ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരി സഹോദരന്മാരെ, സഫലമീ ജീവിതം സഫലമാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സഫലമീ യാത്ര, നമ്മുടെ ജീവിതയാത്ര സന്തോഷപ്രദമാകാൻ, സമാധാനപ്രദമാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതാ രണ്ട് മുത്തച്ഛിമാരെ, വല്യമ്മമാരെ നമുക്ക് പരിചയപ്പെടാം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ 90കളിൽ ഇതാ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ആഴമായ ദൈവാനുഭവം കൈമുതലാക്കി ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയ സന്തോഷവതികളായ രണ്ട് വല്യമ്മമാരെ, മുത്തച്ഛിമാരെ നമുക്ക് പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് കുറുപ്പുന്തറ കളത്തൂപ്പറമ്പിൽ നായ്ക്കരക്കുരി ഭവനത്തിലെ അമ്മച്ചിയാണ്. അമ്മച്ചി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചിയുടെ പേരെന്താ? മേരി പോൾ. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? 96 വയസ്സുള്ള മേരി പോൾ അമ്മച്ചിയാണ് നമ്മൾ കാണുന്നത്. അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? 10 പേര്. ആണുങ്ങള് 5 ആണും 5 പെണ്ണും. അവരുടെ മക്കൾ അങ്ങനെ പേരക്കുട്ടികളും ഒക്കെയായ വലിയൊരു മുത്തച്ഛിയെയാണ് നമ്മൾ കാണുന്നത്. 68 മക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും ഒക്കെയായ 68 പേരെ വളർത്തിയ, അവരെ പരിപാലിച്ച സന്തോഷത്തിന്റെ നിറവിലാണ് അമ്മച്ചി ഈ 96 വയസ്സിൽ ഇപ്പോഴും കഴിയുന്നത്. അമ്മച്ചിയുടെ മുഖത്ത് എപ്പോഴും ഒരു സന്തോഷമാണ്. അമ്മച്ചിക്ക് എപ്പോഴും ചിരിയും, അമ്മച്ചിക്ക് എപ്പോഴും പ്രസരിപ്പും. എന്താ ഈ സന്തോഷത്തിന്റെ രഹസ്യം? ദൈവം തരുന്ന സന്തോഷം. അത് എത്രയോ ഈശോ തരുന്ന സന്തോഷം, അതാണ് നമ്മുടെ സന്തോഷം. അമ്മച്ചിക്ക് ഈശോ തരുന്ന സന്തോഷം എങ്ങനെയാ കിട്ടുന്നത്? വിഷമം വരുമ്പം ദൈവത്തോട് പറഞ്ഞ് വിഷമത്തെ മാറ്റി ജീവിതത്തിലെ വിഷമത്തെ സന്തോഷമാക്കി മാറ്റുന്നതാണ് അമ്മച്ചിയുടെ രഹസ്യം. അമ്മച്ചിക്ക് ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയുള്ള അവരെ വളർത്തിയതിലുള്ള ഒത്തിരിയേറെ സന്തോഷവും സംതൃപ്തിയുമുള്ള അമ്മച്ചി ഈ എന്താണ് എപ്പോഴാ പ്രാർത്ഥിക്കുന്ന അമ്മച്ചി? രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അതുകൂടാതെ സമയം കിട്ടുമ്പോഴെല്ലാം ഇടപെടാതെ പ്രാർത്ഥിക്കും. ജപമാല ഭക്തിയിലൂടെ അമ്മച്ചി ഈശോയോട് കൂടുതൽ അടുക്കുന്നു. അങ്ങനെ അമ്മച്ചിയുടെ മനസ്സ് എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്. അമ്മച്ചിക്ക് ആരെ കുറിച്ചും പരാതിയില്ല, അല്ലെ? ആരോട് പരാതി പറയാനാ? നമ്മുടെ പരാതികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് മാത്രമാണ് പരാതി. അങ്ങനെ എല്ലാവരോടും നല്ല ബന്ധത്തിലായിരിക്കുന്ന അമ്മച്ചി, സ്നേഹത്തിലായിരിക്കുന്ന അമ്മച്ചി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ്. അമ്മച്ചിയെ പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. അമ്മച്ചിയുടെ ഈ സന്ദേശം കേട്ട ഒത്തിരിയേറെ മനുഷ്യർക്ക്, ഒത്തിരിയേറെ പ്രേക്ഷകർക്ക് തങ്ങളുടെ ജീവിതം സന്തോഷകരമാകട്ടെ, അനുഗ്രഹപ്രദമാകട്ടെ. നന്ദി അമ്മച്ചി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്നമ്മ ജോസഫ്. എനിക്ക് 95 വയസ്സുണ്ട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. എസ്എഫ്ഒയിലെ പഴയ അംഗമാണ്. ഞാൻ തിരുക്കൃത്താനം ഇടവക അംഗമാണ്. അമ്മച്ചിക്ക് ആരൊക്കെയുണ്ട്? എൻ്റെ ഒരു മകനുള്ളത് മരിച്ചു. പിന്നെ 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. 8 കൊച്ചുമക്കളും. 8 അല്ല 9 എന്ന് പറയാം. എൻ്റെ ഒരു കൊച്ചുമകൻ കല്യാണം കഴിച്ചുകൊണ്ടു. അത് എൻ്റെ കൊച്ചുമക്കളുടെ. അപ്പൊ അങ്ങനെ 9 കൊച്ചുമക്കൾ എനിക്കുണ്ട്. അമ്മച്ചിയുടെ മുഖത്ത് എപ്പോഴും നല്ല ഒരു ചിരിയുണ്ട്. ഈ ചിരിയുടെ രഹസ്യം എന്താ? മാതാവിനോടുള്ള ഭക്തി, പ്രത്യേകിച്ച് ഫ്രാൻസിസ് അസിസിയുടെ ത്യാഗസമ്പന്നമായ ജീവിതം എൻ്റെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹം അങ്ങനെ മ്ലാനനായിരുന്നിട്ടില്ല. ഉണ്ടോ? അതാണ് എൻ്റെ ചിരിയുടെ രഹസ്യം. ഇപ്പം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്തോഷം അമ്മച്ചി സ്വീകരിച്ചു, ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈശോയോടുള്ള ഭക്തിയിലൂടെ ഫ്രാൻസിസ് അസീസിയുടെ പാതയിൽ ജീവിതത്തെ ഫ്രാൻസിസ്കൻ അൽമായ സഭയിലൂടെ ക്രമീകരിച്ചപ്പോൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഭർത്താവ് മരിച്ചു, മോഹൻ മരിച്ചു, എങ്കിലും അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ ജീവിത സായാഹ്നത്തിൽ വളരെ സന്തോഷത്തോടെ പ്രസന്നവദതയായി ഈ പ്രേക്ഷകർക്ക് അമ്മച്ചി നൽകുന്ന, പുതിയ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്?
സുഖദുഃഖങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കണം, അവനവൻ്റെ കടമകൾ നിർവഹിക്കണം. ഒത്തിരി സന്തോഷം അമ്മച്ചി. അമ്മച്ചിയുടെ ഈ ദീർഘമായ അധ്യാപിക എന്ന അനുഭവ സമ്പത്തും ആധ്യാത്മികതയിലുള്ള അമ്മച്ചിയുടെ അനുഭവ സമ്പത്തും ഈ 90കളിൽ വളരെ പ്രസരിപ്പോടെ കഴിയുന്ന ഈ ടീച്ചർ അമ്മച്ചിയുടെ സന്ദേശം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നന്ദി.